ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ അമ്മാവൻ പോലീസിനോട് അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. സഹോദരിയും കുഞ്ഞിന്റെ മാതാവുമായ ശ്രീധുവിനെ സംരക്ഷിക്കാൻ ഇയാൾ കുറ്റം ഏറ്റെടുത്തതാണോ എന്ന സംശയം പോലീസിന് ഇപ്പോഴുമുണ്ട്. കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളില്ലെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കുടുംബത്തിന്റെ വിശ്വാസ രീതികളും സാമ്പത്തിക ബാധ്യതയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു ബാലരാമപുരത്ത് നിന്ന്. സലീം, അടിമുടി ദുരൂഹമായ ഒരു കേസാണ്. നിലവിൽ അമ്മാവൻ കുറ്റസമ്മതം നടത്തിയെന്നും കൺഫ്യൂഷൻ നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അത് പൂർണ്ണമായി മുഖവിലക്കെടുക്കാൻ വിശ്വസിക്കാൻ പോലീസ് തയ്യാറല്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. തുടക്കം മുതൽ അവസാനം വരെയുള്ള ദുരൂഹതകൾ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ. തുടക്കത്തിൽ പെൺകുട്ടി ഈ 2.5 വയസ്സുകാരെ കാണാതായി എന്ന ഒരു നെറേറ്റീവ് കുടുംബം സൃഷ്ടിക്കുന്നു. പിന്നീടുള്ള അന്വേഷണത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടുന്നു. ഈ സമയത്ത് തന്നെ വീട്ടിൽ ഒരുപാട് അസ്വാഭാവിക പ്രവർത്തനങ്ങൾ നടന്നതായി മനസ്സിലാക്കുന്നു. വീടിന്റെ മുറിയിൽ കത്തിയ നിലയിൽ, അതിനൊപ്പം കിണറ്റിന് സമീപം കുരുക്കിട്ട നിലയിൽ കയർ, അങ്ങനെ ഒന്നും ഒരു കണക്ഷൻ കിട്ടാത്ത രീതിയിൽ മിസ്ലീഡിംഗ് ഒരുപാട് ഇൻഫോർമേഷൻ മാത്രമാണ് പോലീസിന്റെ മുമ്പിലുള്ളത്. പോലീസ് നിലവിൽ ഈ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച്, അമ്മാവിന്റെ കുറ്റസമ്മത മൊഴി അനുസരിച്ച് നിലവിലുണ്ടാക്കുന്ന ഒരു അനുമാനം അത് എങ്ങനെയൊക്കെയാണ്, ഇനി ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? സുഹൈൽ, പോലീസ് ആ കേസിൽ അത് ഏറെക്കുറെ ചില നിഗമനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് മുൻപിലേക്ക് വേണ്ടത് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ്. അത് ആ കുട്ടി എങ്ങനെ മരിച്ചു, അത് എറിഞ്ഞു കൊലപ്പെടുത്തി എന്ന മൊഴി ശരിയാണോ, അതല്ല കൊലപ്പെടുത്തിയതിനു ശേഷം കിണറ്റിലെറിഞ്ഞോ എന്നുള്ളതാണ് പോലീസിന് ഇനി ആദ്യമായി വ്യക്തമാകേണ്ട കാര്യം. അതല്ലാതെ ചില കാര്യങ്ങൾ കൂടി പോലീസിന് വ്യക്തമാകാനുണ്ട്. അപ്പോഴും പോലീസ് ആ കൊലപാതകത്തിലേക്ക് നയിച്ച രീതി, കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് പോലീസ് നിലവിൽ പുറത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കും ആ നമുക്ക് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്താണ് എന്നുള്ളത് അറിയാം. പക്ഷെ അത് നമ്മൾ പോലീസ് ഔദ്യോഗികമായി പറയാതെ നമുക്കത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് പോലീസ് അങ്ങനെ പറഞ്ഞാൽ പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ് നമ്മൾ അറിയുന്നത്. അത് അങ്ങനെ ആയിരിക്കരുതേ എന്നെന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ ചില കാരണങ്ങൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ പോലീസ് ഒരൊറ്റ പകൽ പൂർണ്ണമായ ഒരു പകലല്ല, ഒരു പകുതി പകൽ കൊണ്ട് ആ കേസ് സംഭവിക്കുന്നു. അതിലെ ദുരൂഹതയുടെ ചുരുളുകൾ അഴിക്കുന്നു. അതിനുശേഷം പോലീസ് പ്രതിയിലേക്ക് എത്തുന്നു, അറസ്റ്റിലേക്ക് കടക്കുന്നു, മെഡിക്കലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതായത് പോലീസ് ഈ കേസിൽ കാണിച്ച ഒരു ജാഗ്രതയും ഇടപെടലും അത് പ്രശംസിക്കാതെ പറ്റില്ല. കാരണം ബാലരാമപുരം പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ, അതിനുശേഷം ഉണ്ടായ ഓരോ നടപടികളും അത് നമുക്ക് വീട്ടിൽ കുറഞ്ഞ മണിക്കൂറുകൾ സംഭവിക്കുന്ന ഒരു സംഭവ വികാസം, കുട്ടിയെ കാണാതാകുന്നു, മൃതദേഹം സമീപത്തെ കിണറിൽ ലഭിക്കുന്നു. അങ്ങനെ ആ വീട് കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു അത് മാത്രമാണ് പോലീസിന്റെ ഒരു പരിധിയിൽ വരുന്നത്. ഈ ഘട്ടത്തിൽ മിസ്ലീഡ് ചെയ്യാൻ ഒരു നിഴൽ പോയെന്നും ഒരാൾ ആ വഴി പോയെന്നൊക്കെ രീതിയിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നു. ഇതൊന്നും ഗൗനിക്കാതെ പോലീസ് ഒരു അന്വേഷണം നടത്തി. ഈ വീട്ടിലുണ്ടായിരുന്ന 4 പേരെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ട് ഇപ്പോൾ അമ്മാവനിലേക്ക് പോലീസ് എത്തിച്ചേരുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം എന്താണ്? ഒരു കൺഫഷൻ മാത്രമാണ്? അതിനപ്പുറത്തേക്ക് ഈ കേസുമായി, കുട്ടിയുടെ മരണവുമായി, കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്മാവൻ ഹരികുമാറിനെ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും കൃത്യമായ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും ഒരു കൊലപാതകം നടന്നാൽ പോലീസിന് അറിയേണ്ടത് മോട്ടീവാണ്. മോട്ടീവ് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, സാമ്പത്തികമായി പരാധീനതയുള്ള ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്, 30 ലക്ഷം രൂപ മോഷണം പോയെന്ന പരാതിക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ഒരു കൂട്ടാത്മഹത്യയിൽ നിന്ന് പോലീസ് തള്ളുമ്പോൾ സ്പെസിഫിക് ആയി, വളരെ പ്രിസൈസായി ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് ഉണ്ടായ ഒരു പ്രേരണ, മോട്ടീവ് അതെന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൈൽ, പോലീസിന് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ആ നിഗമനത്തിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ പലതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് ഈ ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരൊറ്റ പകലിൽ സംഭവിക്കുന്ന കാര്യം, രാവിലെ 8 മണിയോടുകൂടി ഇങ്ങനെ കുട്ടിയെ കാണാതാകുന്നു എന്ന വാർത്ത പരക്കുന്നു. അതിനുശേഷം 8:45 തന്നെ കുട്ടിയെ കണ്ടെത്തുന്നു. അതിനുശേഷം ആ വീട്ടുകാർ നൽകിയ മൊഴിയിലാണ് ഈ പോലീസിന് ആദ്യം സംശയം തോന്നിയത്. അങ്ങനെ ഒരു സംശയത്തിന്റെ ആനുകൂല്യം നൽകി അവരെ ആ കുട്ടിക്കൊപ്പം ചെലവഴിക്കാൻ സമ്മതിക്കാതെ ആ സമയത്ത് തന്നെ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നിടത്ത് തുടങ്ങിയതാണ് പോലീസിന്റെ ജാഗ്രത. അതിനുശേഷം ആ സമയം മുതൽ തന്നെ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, അവർ തമ്മിലുള്ള ഫോൺ ബന്ധങ്ങൾ, അങ്ങനെ ഈ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചതിന് ശേഷമാണ് 1ാം ഘട്ട മൊഴിയെടുപ്പ് ആരംഭിച്ചത്. 1ാം ഘട്ട മൊഴിയെടുപ്പിൽ 4 പേരും പറഞ്ഞിരുന്നത് 4 വ്യത്യസ്ത കാര്യങ്ങളായിരുന്നു. അങ്ങനെ അടിമുടി വൈരുദ്ധ്യം നിറഞ്ഞ മൊഴിയായിരുന്നു ആദ്യം. അതിനുശേഷം ഓരോ സ്ഥലത്തിരുത്തി ഓരോരുത്തരെയും നടത്തിയ മൊഴിയെടുപ്പിന് ശേഷം ആ മൊഴിയെടുത്ത ഉദ്യോഗസ്ഥരെല്ലാം ഒന്നിച്ചിരുന്നതിന് ശേഷം ആ മൊഴികളെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷം അതിലെ ഈ പൊരുത്തക്കേടുകൾ എന്ന് പറഞ്ഞാൽ 1 2 അല്ല, അടിമുടി പൊരുത്തക്കേടുള്ള മൊഴികളായിരുന്നു. അതെല്ലാം കൂടി ചേർത്ത് വെച്ചതിന് ശേഷം 2ാം ഘട്ട മൊഴിയെടുപ്പ് ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞ് ആർക്കൊപ്പം ഉറങ്ങി, ആർക്കൊപ്പം കിടന്നു എന്നതിൽ പോലും കൺഫ്യൂഷൻ ആയിരുന്നു. അതുപോലും കൃത്യമായി പറയാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഈ
കുട്ടിയുടെ അമ്മാവൻ പറഞ്ഞത് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉറങ്ങി എന്നുള്ളതാണ്. അമ്മ പറഞ്ഞത് അച്ഛനൊപ്പം എന്നാണ്. അച്ഛൻ പറഞ്ഞത് ഈ അമ്മാവനൊപ്പം എന്നാണ്. അങ്ങനെ അടിമുടി ദുരൂഹമായിരുന്നു പല നിലയിലുള്ള ഈ മൊഴികൾ. ഈ മൊഴികളിലെ വൈരുദ്ധ്യം ഉൾപ്പെടെ എല്ലാം ശേഖരിച്ചതിന് ശേഷം രണ്ടാം ഘട്ട മൊഴിയെടുപ്പ് ആരംഭിച്ചു. രണ്ടാം ഘട്ട മൊഴിയെടുപ്പിന് മുൻപ് ഈ അമ്മാവൻ പറഞ്ഞത് നിങ്ങൾ കണ്ടെത്താമെങ്കിൽ കണ്ടെത്തിക്കോളൂ എന്നൊരു കാര്യം പറഞ്ഞു. അതായത് അതിലൊരു ദുരൂഹതയുമില്ല, നിങ്ങൾ അന്വേഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ആ പാസീവ് കമന്റിൽ നിന്നാണ് പോലീസ് പിന്നെ കേസിന്റെ അന്വേഷണത്തിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുന്നത്. അങ്ങനെ വളരെ തിരിച്ചും മറിച്ചുമുള്ള ഈ മൊഴിയെടുപ്പുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ വെച്ച് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. അതിനിടയിൽ തന്നെ അയൽവാസികളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അയൽവാസികളിൽ നിന്നും ചില വിവരങ്ങൾ ശേഖരിച്ചു. അവരുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ ആളുകളുമായി ചില വിവരങ്ങൾ ശേഖരിച്ചു. ആ ശേഖരിച്ച വിവരങ്ങൾക്ക് ഒപ്പമാണ് ആ കേസുമായി ബന്ധപ്പെട്ട ചുരുളുകൾ അഴിക്കുന്നത്. അങ്ങനെ മൊഴിയെടുപ്പിനൊടുവിൽ അവസാനം കുറ്റം സമ്മതിക്കുകയല്ലാത്ത മറ്റ് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചത്. അപ്പോഴും പോലീസിന് ഇപ്പോഴുള്ള സംശയം ആ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി കൊലപ്പെടുത്തിയ താനാണ് എന്ന് പറയുന്നതാണോ എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പോലീസ് 2 പേർ കേസിൽ പ്രതികളുണ്ട്. അതായത് ഈ അമ്മയും ഒപ്പം തന്നെ അമ്മാവനും എന്നുള്ള നിലയിലാണ് പോലീസ് നിലവിൽ നിൽക്കുന്നത്. അതിനുശേഷം അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ആരെങ്കിലുടെയും പ്രേരണയോ അതല്ലെങ്കിൽ ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം ഔദ്യോഗികമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യും. വളരെ വേഗത്തിൽ നടത്തിയ ഒരു ഇടപെടലിൽ നിർണായകമായ ചില കാര്യങ്ങൾ അത് ഇവർ കാണിച്ച അതിബുദ്ധി തന്നെയാണ്. കാരണം ഈ കേസിനെ മിസ്ലീഡ് ചെയ്യാനായി തുടക്കം മുതൽ തന്നെ ചില കാര്യങ്ങൾ ഇവർ കാണിച്ചിരുന്നു. അത് ആ വീട്ടിൽ കണ്ട 3 കയറുകൾ, കുരുക്കിട്ട നിലയിൽ കണ്ട 3 കയറുകളും കസേരയും മണ്ണെണ്ണയും, അത് എന്തിനാണ് എന്നുള്ളത്, ഒരാൾ കയറി നിന്നാൽ താഴെ വീണ് പോകാവുന്ന ഒരു കയറിൽ എന്തായാലും ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസിന് തന്നെ മനസ്സിലാക്കി. എങ്കിലും ഒരു കൂട്ടാത്മഹത്യക്കുള്ള ശ്രമം നടത്തി എന്നൊരു തെറ്റിദ്ധാരണ പടർത്തുന്ന വിവരം അവർ നടത്തി. അതിനുശേഷം ഈ കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കിണറ്റിലിട്ടതാകാമോ എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാനായി ആ വീടിന് വഴിയിലൂടെ ആരൊക്കെയോ കടന്നു പോകുന്നതും അസ്വാഭാവികവും ദുരൂഹതയും ഉണർത്തുന്ന ചിലരെ കണ്ടു എന്ന കള്ളമൊഴി പറഞ്ഞു. അതിന് പിന്നാലെ വീടിനുള്ളിൽ ഒരു തീപിടുത്തം ഉണ്ടായതിൻ്റെ കാര്യം ഇവർ മറച്ചു വെക്കുകയും ചെയ്തു. അതിനുശേഷം ആ തീപിടുത്തം പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അടിമുടി ദുരൂഹമായ കള്ളത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര പോലീസ് കയ്യോടെ പിടിക്കുകയായിരുന്നു. കയ്യോടെ പിടിച്ചതിന് പിന്നാലെയാണ് പോലീസ് അതിൽ വളരെ വേഗത്തിലുള്ള ഇടപെടൽ നടത്തിയതിനു ശേഷം പോലീസിന് ആദ്യഘട്ടത്തിൽ ഈ 4 പേരെയും ഒരേപോലെ സംശയമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ലഭിച്ചിരുന്നത് കുട്ടിയുടെ മുത്തശ്ശിക്കാണ്. പക്ഷേ കുട്ടിയുടെ മുത്തശ്ശിയുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടായതോടുകൂടി പോലീസ് 4 പേരെയും സംശയിക്കുന്ന നിലയിലേക്ക് എത്തി. അതിന് പിന്നാലെയുള്ള രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ ചില വിവരങ്ങൾ കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ചില വിവരങ്ങളെന്ന് ഞാൻ പറയുന്നത് നമ്മൾ കൂടി അറിഞ്ഞ വിവരങ്ങളാണെങ്കിലും അത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങളല്ല. അതുകൊണ്ടാണ് ചില വിവരങ്ങൾ എന്ന് മാത്രം പറഞ്ഞു ഒതുക്കുന്നത്. ആ വിവരങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ചെയ്ത ചോദ്യം ചെയ്യലിൽ പ്രതിക്ക് കുറ്റം സമ്മതിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോഴാണ് ഈ കുറ്റം സമ്മതിച്ചത്. ഇനി മെഡിക്കൽ ഉൾപ്പെടെയുള്ള ചെക്കപ്പുകളുണ്ട്, മറ്റ് നടപടിക്രമങ്ങളുണ്ട്. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൂടി കാത്തിരിപ്പാണ്. മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് ഏകദേശം 1 മണിക്കൂറോ 2 മണിക്കൂറോ പരമാവധി സമയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ളിൽ തന്നെ ഒരു പകലിൽ നടന്ന കൊലപാതകം, അതേ പകലിൽ പോലീസിന്റെ ജാഗ്രതയോടെ ഇടപെടലിൽ നടത്തിയ അന്വേഷണം, അതേ പകലിൽ നടന്ന ചോദ്യം ചെയ്യൽ, അതേ പകലിൽ നടന്ന കുറ്റസമ്മതം, അതിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തൽ, എല്ലാം ഈ ദിവസം തന്നെ സംഭവിക്കും എന്നുള്ളതാണ് ബാലരാമപുരം പോലീസിന്റെ ഒരു വളരെ വളരെ അടിയന്തരമായി, വളരെ ചടുലമായി നടത്തിയ അന്വേഷണം, അതിൻ്റെ ഇടപെടൽ, അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്കാണ് ആ പകലിൽ തന്നെ ആ കേസിന്റെ ചുരുളുകൾ കൂടി അഴിയുന്നത്. സുഹൈൽ, ഒരേ വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞ പ്രിയപ്പെട്ടവരാണ് പരസ്പരം പഴിചാരുന്നു ദേവേന്ദു എന്ന പെൺകുട്ടിയുടെ 2.5 വയസ്സുകാരുടെ മരണത്തിൽ. അടിമുടി ദുരൂഹമാണ്. കൂട്ട ആത്മഹത്യ എന്ന് പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ തരത്തിൽ ഒരുപാട് സൂചനകൾ അവിടെ വെച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് വളരെ പ്രിസൈസായി, സ്പെസിഫിക്കായി ആ 2.5 വയസ്സുകാരെ കൊലപ്പെടുത്താനുള്ള മോട്ടീവ് മാത്രമാണ് ഉണ്ടായിരുന്നുവെന്ന് പോലീസ് വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തിന് ദേവേന്ദുവിനെ കൊന്നു? അതിൻ്റെ പിന്നിൽ അമ്മാവൻ മാത്രമാണോ? കുടുംബത്തിനാകെ അറിയുന്ന എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാക്കി വളരെ സ്പെസിഫിക്കായി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കൃത്യമായ വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകൾ കേസിൽ എന്ത് സംഭവിച്ചു എന്ന വിശദവിവരം പോലീസ് പങ്കുവെക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.